എല്ലാവർക്കും നമസ്കാരം. ദ കിക്ക് ഓഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ചില ട്രാൻസ്ഫർ വാർത്തകളെ പറ്റിയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വാർത്തയിലേക്ക് പോകാം. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഒരു റൂമറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. റൊണാൾഡോ അൽ നാസറിൽ തുടരുമോ അതോ അൽ ഹിലാലിലേക്ക് പോകുമോ അതോ മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് മാറുമോ എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. ഫിഫയുടെ പ്രസിഡൻ്റായ ഇൻഫാന്റിനോ ഇഷ്ടോ സ്പീഡുമായിട്ട് ഉള്ള ഒരു അഭിമുഖത്തിൽ റൊണാൾഡോ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കും എന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് പുറത്തുവിടുകയുണ്ടായി. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. റൊണാൾഡോയുടെ ആ ട്രാൻസ്ഫർ കാര്യത്തിൽ എന്താണ് നടക്കാൻ പോകുക, അതോ അൽ നാസർ തന്നെ തുടരുമോ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ആ ട്രോഫിയോടുള്ള ഹങ്കർ ഇതുവരെ അവസാനിച്ചിട്ടില്ല. അൽ നാസറിന് വേണ്ടി ഇതുവരെ ട്രോഫികളൊന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മാറുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്തതായിട്ട് ലിവർപൂളുമായിട്ട് ബന്ധപ്പെട്ട ചില ട്രാൻസ്ഫർ വാർത്തകൾ നമുക്ക് നോക്കാം. എന്താണ് ഫ്ലോറിയൻ വിറ്റ്സ് ലിവർപൂളിലേക്ക് വരികയാണ്. ബേണിലേക്ക് പോകുമെന്നാണ് നമ്മളെല്ലാം വിചാരിച്ചത്. പക്ഷേ ബേണിലേക്ക് പോകുന്നില്ല. ഇടയ്ക്ക് ഈ ടൈറ്റിൽ റേസിലേക്ക് ഈ സാഗ എന്ന് പറയുന്നത് വളരെ രസമുള്ള ഒരു കാര്യമാണ്. ഇടയ്ക്ക് ടൈറ്റിൽ റേസിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നു. പക്ഷേ പിന്നെ അവർ പുറമോട്ട് പോകുന്നു. ഇത്രയും എമൗണ്ട് കൊടുത്ത് അദ്ദേഹത്തിന് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു നിഗമനത്തിൽ അവർ എത്തിച്ചേരുന്നു. പിന്നെ വീണ്ടും ബേണുമായിട്ട് ചുറ്റിപ്പെട്ട വാർത്തകൾ വരുന്നു. പക്ഷേ അവസാനം ടൈറ്റിൽ റേസിൽ ലിവർപൂൾ വിജയിച്ചിരിക്കുകയാണ്. ഫ്ലോറിയൻ വിറ്റ്സ് എന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ലിവർപൂളിലേക്ക് വരുന്നു. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് പ്ലെയറാണ്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ഈ ഫ്ലോറിയൻ വിറ്റ്സ്. ലിവർപൂളിൻ്റെ മധ്യനിര കൈകാര്യം ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയും. സാധാരണ FSG അങ്ങനെ പൈസയൊന്നും മുടക്കി താരങ്ങൾ എത്തിക്കാത്ത ഒരു ലെവലാണ്. പക്ഷേ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബിഗ് ഡീലാണ് ഈ ഫ്ലോറിയൻ വിറ്റ്സ്. റയൽ മാഡ്രിഡിലേക്ക് പോയ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിന് പകരം ജെർമി ഫ്രിംപോങ് ലിവർപൂളിൻ്റെ റൈറ്റ് വിങ്ങിൽ ഇനി അടുത്ത സീസണിൽ ഉണ്ടാവും. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റ് വിങ് ബാക്കാണ് ജെർമി ഫ്രിംപോങ്. ബേൺ ലെവർക്യൂസനിൽ നിന്നാണ് അദ്ദേഹം ലിവർപൂളിലേക്ക് വരുന്നത്. ഇത്തവണ ലിവർപൂളിൻ്റെ സ്കൗട്ടിംഗ് ടീം വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് ട്രാൻസ്ഫർ വിപണിയിൽ ഉണ്ടാക്കിയത്. ഫ്ലോറിയൻ വിറ്റ്സിനെ അവർ സൈൻ ചെയ്യുന്നു. വിർജിൽ വാൻ ഡൈക്കിൻ്റെ കോൺട്രാക്റ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സലായെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ബ്രാഡ്ലി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ ബിഗ് മൂവുകളാണ്. അവരുടെ സ്കൗട്ടിംഗ് ടീമിൻ്റെ ബിഗ് മൂവുകളായിട്ട് നമുക്ക് കാണാം. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി അവർ ഫിനാൻഷ്യലി വീക്കാണ്. ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടാത്തതുകൊണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് അൽ ഹിലാലിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കൺഫേം ആയിട്ടില്ല. അദ്ദേഹത്തിന് ഏകദേശം 100 മില്യൺ ക്ലോസിന് വിൽക്കുകയാണെങ്കിൽ പുതിയ താരങ്ങളെ സൈൻ ചെയ്യാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിക്കും. ഓൾറെഡി മാത്യൂസ് കുഞ്ഞയുടെ ഡീൽ ഡണ്ണാണ്. അടുത്ത സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അറ്റാക്കിംഗ് ഭാഗത്ത് മാത്യൂസ് കുഞ്ഞ ഉണ്ടായിരിക്കും. വളരെ രസകരമായൊരു കാര്യം, ആൻ്റണി, റാഷ്ഫോർഡ്, സാൻചോ, മക്ടോമിനായ് ഇവരൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് രക്ഷ തേടി മറ്റ് ക്ലബ്ബുകളിലേക്ക് ലോണിലൊക്കെ ആയിട്ട് പോയവരാണ്. അവർ ചെന്ന ക്ലബ്ബുകളിൽ അവരൊക്കെ ചരിത്രങ്ങളാണ് സൃഷ്ടിച്ചത്. യുണൈറ്റഡിൽ സാധിക്കാതിരുന്ന എന്തോ വലിയ കാര്യമാണ് അവർ മറ്റ് ക്ലബ്ബുകളിൽ പോയി ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ആരൊക്കെയാണ് വരുന്നത്. ആ ചുവന്ന ജേഴ്സിയിലേക്ക്, ആ ലെഗസിയുള്ള ചുവന്ന ജേഴ്സിയിലേക്ക് വരുന്നത് ആരൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. റയൽ മാഡ്രിഡിൻ്റെ സൈനിങ്ങിനെ പറ്റിയൊക്കെ ഓൾറെഡി നമ്മൾ സംസാരിച്ചാണ്. ഉയ്സൻ റയൽ മാഡ്രിഡിലേക്ക് വന്നിട്ടുണ്ട്. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് റൈറ്റ് വിങ്ങിൽ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ കെറാറസ് വരുന്നുണ്ട്. മിഡ്ഫീൽഡിൽ ഡീൽ ഇതുവരെ ഡൺ ആയിട്ടില്ല. ഏഞ്ചലോ സ്റ്റില്ലർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ടോണി ക്രൂസ് സജസ്റ്റ് ചെയ്ത ഒരു പ്ലെയറാണ് ഏഞ്ചലോ സ്റ്റില്ലർ. അദ്ദേഹം കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നതിലുപരി ആ മധ്യനിരയെ കൺട്രോൾ, ടോണി ക്രൂസ് എന്താണോ അവിടെ ചെയ്യുന്നത്, ടോണി ക്രൂസുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷേ ഏകദേശം അദ്ദേഹം എന്തായിരുന്നു ചെയ്തത്, മധ്യനിരയെ അടക്കി ഭരിക്കാൻ, തൻ്റെ ടീമിൻ്റെ കളിയാകെ നിയന്ത്രിക്കാൻ ഏഞ്ചലോ സ്റ്റില്ലർക്ക് സാധിക്കണം. ഇന്റർ മിലാൻ്റെ അർജന്റീന സ്ട്രൈക്കർ ലൗതാരോ മാർട്ടിനസ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വരുന്ന വിവരങ്ങൾ വരുന്നുണ്ട്. നമുക്കെന്തായാലും ഒരു ആഴ്ച കൂടെ കാത്തിരിക്കേണ്ടി വരും. ആ ഡീലിനെ പറ്റി കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്കെന്തായാലും കാത്തിരിക്കാം. ലൗതാരോ മാർട്ടിനസ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വരുമ്പോൾ ജൂലിയൻ അൽവാരസ് ബാർസലോണയിലേക്ക് പോകും എന്നുള്ള റൂമറുകളൊക്കെ ഉണ്ട്. കൂടുതൽ ആധികാരികമായ വിവരങ്ങളുമായി അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.